മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 040 മലപ്പുറം നിയോജക മണ്ഡലത്തിൽ പുൽപ്പറ്റ വില്ലേജിലെ എറണാകുളം താലൂക്കിലെ പുൽപ്പറ്റ വില്ലേജിലെ ബന്ധപ്പെട്ട് ബൂത്ത് നമ്പർ 46 ഞങ്ങൾ പ്രവർത്തകരാണുള്ളത്. ഞങ്ങൾ ഈ ബൂത്തിൻ്റെ കൺവീനറാണ്. സെക്രട്ടറി നിസാർ CPMൻ്റെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. പിന്നെ ഞങ്ങൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 100-ൽ കൂടുതൽ 120ഓളം വോട്ട് ഞങ്ങൾ ഇവിടെ ഈ ബൂത്തിൽ നിന്ന് മാത്രമേ പുതുതായി ചേർക്കാൻ വേണ്ടി രേഖകൾ സമർപ്പിച്ചു. അതേസമയം സമർപ്പിച്ച രേഖകളിൽ 100ഓളം വോട്ട് കയറിയിട്ടുണ്ട്. എന്നാൽ ഒരു 19 വോട്ട് എല്ലാ രേഖകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാനമായി കൊടുത്തിട്ടുള്ള എല്ലാ അപേക്ഷകളും സബ്മിറ്റായി പട്ടികയിൽ വന്നിട്ടുണ്ട്. റെഫറൻസ് ID ഉൾപ്പെടെ ഞങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് റെഫറൻസ് IDകളൊക്കെ കിട്ടിയിട്ടുള്ളതും, എന്നാൽ കറക്റ്റ് 18 വയസ്സായിട്ടുള്ള പുതിയ വോട്ടർമാരുൾപ്പെടെ കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതില്ലാത്ത, എന്നാൽ പ്രായമായുള്ളതൊക്കെ ആകുമ്പോൾ റെസിഡൻസ് ഉൾപ്പെടെ പലതും സമർപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള വോട്ടർമാർ പലതും പട്ടികയിൽ കയറുകയും പുതിയ കുറേ വോട്ടർമാർ പുതുതായി ചേർത്ത പുതിയ വോട്ടർമാർ കന്നി വോട്ടർമാരായി വരേണ്ട ആളുകൾ പലരും പട്ടികയിൽ വന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ രേഖാമൂലം ബൂത്ത് സെക്രട്ടറിൻ്റെ കൈകളിലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് മലപ്പുറം മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 46 ബൂത്ത് നമ്പറുള്ള ബൂത്താണത്. ഈ ബൂത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഇതിൽ അവസാനം വന്ന പട്ടികയിൽ ഒരുപാട് വരുംകരായികൾ കാണാനുണ്ടായി. 19ഓളം വോട്ടുകൾ വ്യക്തമായിട്ടുള്ള രേഖകൾ വെച്ചിട്ട് ഞങ്ങൾ കയറ്റിയ 19 വോട്ടുകൾ അവസാനത്തെ പട്ടികയിൽ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഒരുപാട് ഡബിൾ വോട്ടുകളായിട്ട് കാണാനുണ്ട്. 2 ID നമ്പർ വെച്ചിട്ട് ഡബിൾ വോട്ടുകൾ കാണാനുണ്ട്. ഇത് വ്യാപകമായിട്ട് ഒരു വൺ സൈഡ് രീതിയിൽ ഒരു പ്രത്യേക മാർക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കയറ്റിയതായിട്ടുള്ള വോട്ടുകൾ കാണാനില്ല. എന്നാൽ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകളൊക്കെ ഉണ്ട്. അവിടെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ മകനടക്കം ഈ പട്ടികയിൽ ഡബിൾ വോട്ടുകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇതിനിപ്പോൾ ഇനിയൊന്ന് തിരുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ഇവർക്ക് വോട്ട് തിരികെ കയറ്റാനോ അവസരമില്ല. വരുന്ന വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഒരു ബൂത്തിലോളം 9ഓളം ഇരട്ട വോട്ടുകളുണ്ട്. 9 ഇരട്ട വോട്ടുകൾ ഈ ബൂത്തിൽ ലാസ്റ്റ് വന്ന അഡീഷണൽ സീറ്റിലെ പുതുതായി ചേർക്കപ്പെട്ട പട്ടികയിലാണ് ഏറ്റവും കൂടുതൽ ഡബിൾ വോട്ടുകൾ. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചേർക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് മുതൽ നമ്മളെ ബന്ധപ്പെട്ട ബൂത്തിൻ്റെ ഉദ്യോഗസ്ഥ BLO മുഖാന്തരം നമ്മൾ ഈ പട്ടികയിലുള്ള ഡബിൾ വോട്ടുകളായിട്ടും ഒരുപാട് കാലം വിവാഹം കഴിച്ച് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളെ ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് അയാൾക്ക് കൊടുത്തതാണ്. അതുപോലെ തന്നെ മരിച്ചതായിട്ടുള്ള ആളുകൾക്കൊക്കെ പട്ടികയിൽ നിന്ന് പോകണം. കാരണം ഈ ആളുകളൊക്കെ ഇതിലുണ്ടാകുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അത് ബാധിക്കുന്നുണ്ട്. അത് ഒരു വൺ സൈഡ് മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത്തരം വോട്ടുകളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് കൈമാറാണ്. എന്നാൽ അന്തിമ പട്ടിക വന്നപ്പോഴും അതേ സാധനങ്ങളൊക്കെ ഏറെക്കുറെ അതിൽ തന്നെ കിടക്കുകയാണ്. തീർച്ചയായും അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പ്രകാരം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയുടെ മകനടക്കം ഇതിൽ ഡബിൾ വോട്ടുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ സംശയിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 1-2 വോട്ടുകൾ നമ്മൾ കയറൂല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവർക്ക് വ്യക്തമായിട്ടെന്നല്ല, ചെറിയ രേഖകൾ അതിൽ കമ്മിയായിട്ട് ആ വോട്ടുകളൊക്കെ നമുക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ വ്യക്തമായി കൊടുത്ത വോട്ടുകൾ കയറാതിരിക്കുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പട്ടികയിൽ കാണുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞ ആശയത്തോട് യോജിച്ചു പോകേണ്ടി വരും. BLAമാരോട് ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ആദ്യത്തെ അഡീഷണൽ ഇറങ്ങിയ സമയത്ത് തന്നെ നിരന്തരമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടുകൾ കയറാത്തതിൻ്റെയും ഡബിൾ വോട്ട് വന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് അവർ കൃത്യമായിട്ട് ചെയ്ത് എന്നുള്ള ഒരു മറുപടിയായിട്ട് മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഈ ആളുകൾക്ക് 19 എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട്, പ്രൂഫുകളുണ്ട്. ഈ ആളുകൾക്ക് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടേക്കാണ്. ഇത് മറ്റെന്തെങ്കിലും ഉപമ വെച്ചിട്ട് ഈ അവസരത്തിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. ഇനിയൊരു അവസരം കയറ്റാനില്ലതാണ്. പ്രതിഷേധം എന്ന് പറയാം സമയങ്ങളില്ല. നമുക്ക് മുന്നിൽ നമുക്ക് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സമയമല്ല. ആകെ 2 ദിവസം കഴിഞ്ഞ് വോട്ടിനുള്ളൂ. അപ്പോൾ അതായിട്ട് പോകാണ്ട് അതിൻ്റെ ഇടയിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് താലൂക്ക് തലത്തിലൊക്കെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഇത് എന്തുകൊണ്ട് തള്ളി, എന്താണ് ഇതിൻ്റെ വന്നതെന്ന് വസ്തുതകൾ അന്വേഷിച്ച് പോകണം. അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടെ നിന്നുള്ളതല്ല, സംസ്ഥാനത്താകമാനമുള്ള ഇരട്ട വോട്ടുകളാകട്ടെ ഇങ്ങനെയുള്ള 2 ID വെച്ചിട്ട് ഈ ഐഡികൾ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടർ പട്ടിക കയറ്റുമ്പോൾ വ്യക്തമായിട്ടുള്ള ID പ്രൂഫ് കിട്ടും. ഇപ്പോഴത്തെ ID പ്രൂഫൊക്കെ പണ്ടത്തെ വരെ നല്ല ക്ലിയർ പ്രൂഫുകളാണ്. ഈ പ്രൂഫുകൾ ഈ ഡബിൾ വോട്ട് കയറിയാക്കി 2 വരിക.
ഇനി ഇതിൽ പട്ടികയിൽ വന്ന് BLOക്ക് പോലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസർക്ക് പോലും ആ ഡബിൾ വോട്ട് ഒറ്റയടിക്ക് ഇതല്ല എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല. കാരണം ആ ആളോട് ചോദിക്കണം ഈ ഡബിൾ വോട്ടിൽ ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന്. ഇതിൽ വന്ന ഇരട്ട വോട്ടുകളിൽ ചിലതിൽ അച്ഛൻ്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്, ചിലതിൽ ഭർത്താവിൻ്റെ പേര് മാറി വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ മാറി വന്നിട്ട് പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ള ID നമ്പർ അടക്കം 2 തരത്തിലായിട്ട് വന്ന് ഇതിൽ കാണാനുണ്ടായി. തീർച്ചയായിട്ടും ഗുരുതരമായ വീഴ്ച തന്നെ. കാരണം ഇതിൽ ഏറ്റവും വലിയ ഇത് വന്നത് മാത്രമല്ല, ഈ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ഇനി അവസരമില്ല എന്നുള്ളതാണ്. 18 വയസ്സ് കൃത്യമായിട്ട് പൂർത്തിയായവരും 20ന് മുകളിലുള്ള ആളുകളും പണ്ട് കാലങ്ങളിൽ വിദേശത്തുള്ള ആളുകളൊക്കെയാണ് ഇതായിട്ട് വന്നത്. അപ്പോൾ അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള പരിശോധനയും നിയമ നടപടികളും വേണമെന്നാണ് പറയാനുള്ളത്. നിസാർ നാസർ. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഒരു വീട്ടിൽ നിന്ന് ഭർത്താവ് ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. ഭർത്താവിൻ്റെ വോട്ട് വരുന്നില്ല, എന്നാൽ പിന്നെ കെട്ടിച്ചു വളർന്ന ഭാര്യൻ്റെ വോട്ട് കാര്യമായ രേഖകളൊന്നും ഞങ്ങൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ കയറുമോ എന്ന് സംശയിക്കുക. കാരണം കാര്യമായ രേഖ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു വളർന്നവർക്ക് ഇവിടെ തന്നെ ഇപ്പോൾ രേഖ കുറവായിരിക്കും. അവരൊക്കെ പട്ടികയിൽ വരുന്നു, ഇവിടെ ജനിച്ച് വളർന്ന ആളെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.